ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് നമുക്ക് 2 പേര് വരും കേട്ടോ. അപ്പോൾ അവരെ വിളിക്കാനായിട്ട് ഞാനും ആദ്യം കൂടെ സിറ്റിയിലേക്ക് പോകാം കേട്ടോ. എന്തിടാ അവനെന്തിടാ അവരെ കൊണ്ട് പോകണം. അങ്ങ് വാ, അങ്ങോട്ട് വാ. പിന്നെ കറുത്തവാ ഛർദിച്ചോടാ. പിന്നെ ചേട്ടാ നമ്മൾ എന്തിനാ സ്നാക്സ് മേടിക്കാൻ വന്നാട്ടോ. ചേട്ടായി വന്ന് അടുത്തിരിക്കാൻ ഞങ്ങൾക്ക് 2 മണിക്കൂറും കൂടെ പോകണം വണ്ടിയിലിരിക്കുന്നതിൽ. അടിപൊളി. നമ്മുടെ ചേച്ചി എന്നാ ചുരിദാർ കേട്ടത്, മെറീന ചേച്ചി എന്താ സ്റ്റൈലും ചുരിദാറൊക്കെ ഇട്ട് എനിക്ക് വൈകി ചിരിച്ചുകൊണ്ട് പോകാം. അത് പറയുമ്പോഴേ നോക്കി ഇതിന് പിന്നെ എപ്പോഴും ചിരിയുള്ളൂ. എബനേസറിന് ഈ സൂക്ഷിച്ചാണ് തപ്പിച്ചട്ടെ. ഇവനെ പറഞ്ഞുവിടാമേ. ഇവനെ ഇവന്റെ ലിതിയമ്മേനെ പപ്പേനെ പുറത്ത് കിടത്താം. വീട്ടിലെത്തി. മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുകയാണ് ലിതിയമ്മ. അപ്പം നമുക്ക് ഇന്ന് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇതേ ലിതിയമ്മ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്. ലിതിമോക്ക് ഒരു ചെക്കപ്പുണ്ട്, അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാനും ആൻറ്റിയും കൊച്ചു എബനേസറും ഞാനും കൂടെ ലിതിമോളും കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് വരാം. അമ്മയും ആദ്യം വരുന്നില്ല കേട്ടോ, അവരിവിടെ ഇരിക്കുകയാണ്. പിന്നെ വേഗം പോയിട്ട് വരാമെന്ന് വെച്ചാൽ നമ്മൾ നടന്നാണ് പോകുന്നത്. ക്ലിനിക്കിലാണ് ലിതിമോക്ക് കാണിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നടന്നു പോയാൽ മതി. പിന്നെ വേറൊന്നും ഇല്ല. നമുക്ക് എന്തായാലും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ഇത് ഓണത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണെങ്കിലും ഓണത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ വേറൊന്നുമില്ല. നമ്മളെന്തായാലും പോട്ടെ. നമ്മുടെ ഏലിക്കുട്ടിയമ്മ ഇവിടെ ഇരിപ്പുണ്ട്. 2 വാക്കുകൾ പറയൂ. സുഖമാണ്. ഈ പ്രാവശ്യത്തെ ഓണം ഇപ്പോഴാണ് വന്നത്. അതെ, രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് പോകുന്നതാണ്. വേറെ വിശേഷമൊന്നുമില്ല. കണ്ടിട്ട് ഒത്തിരി നാളായി. ഹായ്. അത്ര കണ്ടിട്ട് ഒത്തിരി നാളായി. ഹായ്. അപ്പം നമ്മൾ വേഗം തന്നെ പോവാണ്. അതെ, ഗുണേശ്വരൻ നിൽപ്പുണ്ട്. അവന് ഭയങ്കര നാണമാണ്. അപ്പം എന്തായാലും വേഗം പോയിട്ട് വരാം കേട്ടോ. അവന് നാണമാണ്. നമ്മളിത് ഈ വഴിയാണ് കേട്ടോ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ഡോക്ടറിനെ കാണാൻ പോവാം. അതെ, ചെക്കപ്പിന് വേണ്ടി പോലെ നമുക്ക്. ചെക്കപ്പിന് അല്ല, ഡോക്ടറിനെ കാണാൻ വേണ്ടി. ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പറഞ്ഞോ? ഓ, അത് നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ അല്ലേ. അത് വിശേഷമുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല അത് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം.
അപ്പോൾ 4 മാസമായി. എല്ലാവരും ഇതിമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ആണായാലും പെണ്ണായാലും ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാവാൻ ഒരു കുഴപ്പവുമില്ലാതെ അമ്മയ്ക്കും കുഞ്ഞിനും അല്ലേ. അതെ. അപ്പം ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി രാത്രിയിലെ. അതെ, ഞങ്ങൾ ഭയങ്കര ട്രാവൽ ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടൊന്ന് കാണിക്കാം. ട്രാവൽ കയറി പിന്നെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഒരു ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു, ചേട്ടൻ ഒന്ന് എണീച്ച് കൊടുക്കുക, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയും ഇവിടെ പെണ്ണുങ്ങളോട് ചോദിക്കും പെണ്ണെന്നും പറഞ്ഞ് ആ ചേട്ടനെ നാണൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. പക്ഷേ ഗർഭിണികളുടെ സീറ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അവിടേക്കും കുഞ്ഞച്ചിക്ക് ആ വയറും വെച്ച് കയറി പോകാൻ പറ്റില്ല, കാരണം അത്രയധികം തിരക്കായിരുന്നു കേട്ടോ. പിന്നെ വേറെ വണ്ടിക്കൊന്നും നമുക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കകത്ത് എന്നിട്ട് ചേട്ടൻ പിന്നെ അങ്ങനെ എന്താണ് ആൾക്കാരുടെ മനോഭാവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ വേറെ ഗർഭിണികളുടെ സീറ്റിൽ പിന്നെ അവളെയൊക്കെ ഒരുവിധം മാറ്റിയിട്ട് ഇരുന്ന് കേട്ടോ. അപ്പോൾ ആളുകളുടെയൊക്കെ മനോഭാവം ചില മനുഷ്യരങ്ങനെയാണ്. എന്തായാലും ഒരു അമ്മയ്ക്ക് സ്നേഹം നൽകുന്നവരാരും അങ്ങനെ ചെയ്യില്ല അല്ലേ, എണീറ്റ് കൊടുക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. നടന്നു പോകുന്നതാണ് നല്ലത്, കാരണം വണ്ടിക്ക് അവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഉണ്ടോ നോക്കാം. അയ്യോ, ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം. അല്ല, അതാണ് ഓണപ്പരിപാടി. അമ്പലത്തിൻ്റെ മുറ്റുണ്ട്. പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ ഈ കിടക്കുന്നത്. കുളം അറിയില്ലടാ, ഇവിടെ ഒന്നും ഞാൻ കണ്ടില്ല. പുളിമരം വെട്ടി ഞാൻ പുളി വറക്കാന്നോർത്ത് വന്നതായിരുന്നു. പക്ഷെ ആ മധുരമുള്ള പുളി തന്നെയാണ്. മധുരമുള്ള പുളിയായിരുന്നത് എനിക്കിഷ്ടം. മധുരം ഉണ്ടായിരുന്നതിന് നല്ല പുളിയായിരുന്നു. വേണ്ട പുളിമരം. ഞാൻ ഈ വഴിയൊക്കെ വന്നിട്ട് കുറേ നാളായിട്ട് 1.5-2 വർഷമായേ. ആൻറ്റിയുടെ അല്ലേ? എന്നെ വലിയൊരു പ്രതീക്ഷയാണ്. അത് നമ്മുടെ MLA വീടാണ് കേട്ടോ. ഇതെവിടെ കാണുന്നേ? കുളം. ചെറിയൊരു ഓടുവഴി. അയ്യോ, ചെറിയൊരു കുളം കിടക്കണം കേട്ടോ. ഇതൊരു വലിയ വണ്ടി ഓട്ടോ വരുന്നു കുഞ്ഞെ. കുട്ടിയും പശുക്കുട്ടികളും റെയിൽപാളം. അത് അരെ നീ കൈ പൊക്കി വേദന ആൻജിയോഗ്രാം ചെയ്തിട്ട് വേദനയായിട്ട് എൻ്റെ കൈ പൊക്കി പിടിച്ചോണ്ട് പോട്ടോ. റോഡുകളുടെ അവസ്ഥ അയ്യേ. വണ്ടി വരാതിരുന്നാൽ മതിയായിരുന്നു.
മണ്ണും വെള്ളവും എല്ലാം കൂടി ആകെ ഇതായിട്ട് അവരങ്ങ് ഫ്രണ്ടിൽ പോയി. ഞാൻ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. സ്പീഡ് നടക്കാൻ മേല ചെരുപ്പ് ഇതായതുകൊണ്ട്. ആരെ കാണാനാ? പ്ലെയിൻ കാണാൻ പറ്റുമെന്ന് ചിലപ്പോൾ വരും, ചിലപ്പോൾ കാണാം. അടുത്ത് കാണാം നമുക്ക്. അവരങ്ങ് ഫ്രണ്ടിൽ പോയി. നല്ല വെയിലാട്ടോ അവിടെ നിന്ന് അടിച്ചു വരുന്നത്. അയ്യോ, കുറേ ഇങ്ങ് നടന്നു. പച്ചക്കായ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഡോക്ടർ ലിതിമോൾ ഒരുപാട് വഴക്ക് പറഞ്ഞു വരുന്നതല്ല. നല്ല പണിയാണ് പുള്ളിക്കാരി വീട്ടിൽ. ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന ടൈം ആയതുകൊണ്ട് ഒരു പണിയും ചെയ്യരുത്, വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ട്രാവൽ ഒട്ടും ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ ട്രാവൽ ചെയ്തല്ലോ. അപ്പോൾ അതിനി മുന്നോട്ട് ഇനി ട്രാവൽ ചെയ്ത് നന്നായിട്ട് കെയർ ചെയ്യണം. അതിൽ വീട്ടിൽ ഒരു ജോലിയും ചെയ്യരുത്. എന്തെങ്കിലും അരിഞ്ഞൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല, ഓക്കെയാണ്. ഇനിയിപ്പോൾ 5ാമത്തെ മാസത്തെ ഒരു ചെക്കപ്പ് ഉണ്ടല്ലോ, അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആൾക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി ഓട്ടോയ്ക്ക് പോരാതെ നടന്ന് വന്നിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചു. നാളെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അരൂർ സിറ്റിക്ക് വന്നത് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ ലിതിമോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആ ചേട്ടൻ ഓരോന്ന് എടുത്തിടുകയാണ് കേട്ടോ. ഇളവനില്ലേ ചെറുതുണ്ടോ അതോ മുറിച്ചതാണോ? 6 കിലോ മുളക് 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 പയറെടുത്തേക്ക. പയർ എത്രണ്ണം വേണം കൊച്ചേ? മാങ്ങ തന്നെ വില എന്താ കൊച്ചേ? എത്രണ്ണം വേണം? നാരങ്ങ എത്ര നാരങ്ങ വേണമെന്ന്? 3-4 എടുത്ത് നമുക്ക് 4 വെള്ളം കലക്കാൻ എല്ലാവർക്കും കൂടെ. അതെയോ? ആ മതി, ചെറുതിട്ടാൽ മതി. കുറച്ച് ഇലയും നേരത്തെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പം മേടിച്ചോടാ. എത്ര? 150. അതിനെ വിളിച്ചോടാ. അതോർന്ന് എടുത്തല്ലോ. എടുത്തായിരുന്നു. സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. കറി വെക്കാൻ വന്നിട്ട് നമ്മൾ നാളത്തെ പരിപാടിക്കുള്ള പച്ചക്കറിയൊക്കെ അരിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റ് ഓപ്പൺ ചെയ്യാൻ പോകട്ടോ. യെല്ലോ കാർഡിനുള്ള കിറ്റ്. അതെ, യെല്ലോ കാർഡിനുള്ള കിറ്റ്. എല്ലാവർക്കും സെപ്പറേറ്റ് ആണോന്ന് അറിയത്തില്ല കേട്ടോ. അതെ, നമുക്ക് എന്നപ്പോ കിട്ടിയതാണ്. പറഞ്ഞ എന്തൊക്കെയാണ്? ആദ്യം എന്താ കിട്ടിയേക്കുന്നത്? മല്ലിപ്പൊടി, സാമ്പാർ പൊടി, സേമിയ പായസം, ഐറ്റം. അതെ, വൻപയർ, കുറച്ച് പൈപ്പയിട്, വൻപയറ്, മഞ്ഞൾപ്പൊടി, കാഷ്നട്ട്, പായസത്തിനുള്ള സാധനങ്ങളുണ്ട്. മുളക് പൊടി, ഉപ്പ്, അതെ, പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഇത് ഉഴുന്ന്
ഉഴുന്ന് പരിപ്പ് സാമ്പാർ ആണോ? ഇത് സാമ്പാർ ഇത് ചായപ്പൊടി ചായപ്പൊടി, ചായപ്പൊടി പഞ്ചസാര, ഗീ, നെയ്യ്. എത്ര ഇത്രയും സാധനം. 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 കൂട്ടായി 13 അതെ. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഓടിച്ച് കാണിക്കാം. നമ്മുടെ വീഡിയോ ഇതേ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ വരുന്നതാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി, എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസമല്ല, അന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി. ഹോസ്പിറ്റലല്ല, ക്ലിനിക്കിൽ പോയി ലിതിമോളോട് ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു പണിയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. പണി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഭയങ്കര പൊരുവരുപ്പാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ അനങ്ങാതിരിക്കാൻ. അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന ശേഷം പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കിറ്റൊക്കെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.